ദേശീയപാത തകർന്നു കിടക്കുന്ന കൂരിയാട്ട് ഇന്ന് വിദഗ്ധ സംഘം പരിശോധനയ്ക്കായി എത്തുകയാണ്. നാട്ടുകാരുടെ പ്രതിഷേധം അവിടെ തുടരുകയാണ്. വിദഗ്ധ സംഘം സ്ഥലം സന്ദർശിക്കുന്നതിന് മുൻപേ നിർമ്മാണം പുനരാരംഭിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് നാട്ടുകാരിപ്പോൾ ആരോപിക്കുന്നത്. മുബഷിർ പി അക്ബർ നമുക്കൊപ്പമുണ്ട്. മുബഷിർ പി അക്ബർ, അവിടെ ഇനിയിപ്പോൾ നന്നാക്കിയാലും ആ വിണ്ട് കിടക്കുന്നതിന്റെ ആകാശ ദൃശ്യങ്ങളടക്കം നമ്മുടെ അടക്കമുള്ള ഡിജിറ്റൽ സംവിധാനത്തിൽ സുരക്ഷിതമായി തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വിള്ളൽ അടച്ചിട്ട് കാര്യമില്ല. വിള്ളൽ ഉണ്ടായതിന് മറുപടി പറഞ്ഞേ പറ്റൂ. വിദഗ്ധ സംഘം അത് പരിശോധിച്ച് എന്താണ് അവിടെ വന്ന അപാകത എന്നുള്ളത് ജനങ്ങളോടക്കം വിശദീകരിച്ചേ പറ്റൂ. എപ്പോഴാണ് പരിശോധന, മുബഷിർ? കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലായിരുന്നു NHI ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 3-അംഗ സമിതിയെ നിയോഗിച്ചിരുന്നത്. വിദഗ്ധമായിട്ടുള്ള ഒരു സംഘം ഇവിടെ എത്തി പരിശോധന നടത്തി റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ടിനനുസരിച്ചായിരിക്കും തുടർ നടപടികൾ എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു സംഭവം നടന്ന കൂരിയാട് മേഖലയിലാണ്. ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധം ഈ ഒരു മേഖലയിലുണ്ട്. പ്രതിഷേധത്തിന് കാരണമായവർ ചൂണ്ടിക്കാണിക്കുന്ന വിദഗ്ധ സംഘം ഇപ്പോഴും ഇങ്ങോട്ടേക്ക് പരിശോധനയ്ക്ക് എത്തിയിട്ടുള്ളത്. അതിന് മുൻപ് തന്നെ ഇവിടെ അറ്റകുറ്റിപ്പണി നടത്താനുള്ള ശ്രമം നാട്ടുകാരുടെ നേതൃത്വത്തിൽ അധികൃതരുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ്. തഹസിൽദാർ ഈ മേഖലയിലുണ്ട്. സാർ, ഈ ഉദ്യോഗസ്ഥർ നമുക്ക് നാട്ടുകാരോട് ചോദിക്കാം, എന്താ പ്രശ്നം? വിദഗ്ധർ പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം. വിദഗ്ധ ടീം ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞാണല്ലോ. വിദഗ്ധ ടീം ഇവിടെ പരിശോധനയ്ക്ക് വരുന്ന മുന്നേ തന്നെ ഇവിടുത്തെ തെളിവുകൾ അവർ JCB ഉപയോഗിച്ച് കംപ്ലീറ്റ് സംഭവം നടന്നു. അന്ന് രാത്രി തന്നെ ഒരു ഓർഡറും കൊടുക്കാതെ തന്നെ അന്ന് രാത്രി തന്നെ ഇവരെന്ത് ചെയ്ത് ഇവിടുത്തെ എല്ലാം JCB ഉപയോഗിച്ച് കണ്ട് നീക്കിയിട്ടുണ്ട്. അതിനാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ ഇപ്പോഴും നിർമ്മാണം നടത്താനുള്ള നിർമ്മാണം നടത്താനുള്ള ഇപ്പൊ കമ്പനി പറയുന്നത് ഒരു വിദഗ്ധ ടീം ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആ വിദഗ്ധ ടീം പരിശോധന നടത്തിയിട്ടല്ലേ ഒരു വർക്ക് തുടങ്ങാൻ പാടുള്ളൂ. അവർ പറയുന്നത് വേറെ ഒന്നുണ്ട്, ഈ ഭാഗത്തല്ലെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കിയാൽ കാണാം ഇവിടെ വർക്ക് നടത്തിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. സുജയ, ആ ദൃശ്യങ്ങളിലൂടെ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. സംഭവം ഉണ്ടായ മേഖലയാണത്. സുജയം അന്ന് കണ്ടിട്ടുണ്ടാകും. ആ പ്രദേശത്ത് അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ അത് തെളിയിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ വിദഗ്ധ സംഘം എത്തുന്നതിന് മുൻപ് അറ്റകുറ്റപ്പണികൾ നടത്തുക, അതോടൊപ്പം തന്നെ നിർമ്മാണം പുനരാരംഭിക്കാൻ ശ്രമിച്ചാൽ അത് സ്വാഭാവികമായിട്ട് തെളിവുകൾ നശിപ്പിക്കുന്നതിന് തുല്യമാകും. അപ്പോൾ എങ്ങനെയാണ് ഒരു അപകടം ഉണ്ടായതെന്ന് കണ്ടെത്താൻ സാധിക്കില്ല. അതുകൊണ്ടുകൂടിയാണ് ഈ ഒരു പ്രതിഷേധം എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. NHI പ്രോജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മയാണ്. NHI പ്രോജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ ഈ അപകടമുണ്ടായ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. ഈ സ്ഥലത്തെ എന്താണ് സ്ഥിതി എന്നുള്ളത് അദ്ദേഹം അതിന്റെ ചിത്രങ്ങളടക്കം എടുക്കുകയും അത് കൃത്യമായി വിലയിരുത്തുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ ഇപ്പോൾ പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് എടുക്കേണ്ടത്. അത് ഈ പഠനത്തിന് ശേഷമേ എടുക്കുകയുള്ളൂ എന്നത് NHIയുടെ പ്രോജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതും മറികടന്നുകൊണ്ടുള്ള ഒരു മറയ്ക്കൽ ശ്രമം കരാറുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? NHIയുടെ സ്റ്റാൻഡ് ഇതാണ്, മുബഷിർ. തീർച്ചയായും കരാർ കമ്പനി ജീവനക്കാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് നിർമ്മാണ പ്രവർത്തികൾ ഇവിടെ പുരോഗമിക്കുന്നത്. പക്ഷേ അവർ പറയുന്നത് NHIയുടെ നിർദ്ദേശപ്രകാരമാണ് നിർമ്മാണം നടത്തുക എന്നുള്ളതാണ്. അത് തടയുമെന്നുള്ളതാണ് നാട്ടുകാരും പറയുന്നത്. ഇത് ആ നിലയിൽ തന്നെ തടയും. വിദഗ്ധ സംഘം എത്തുന്നതിന് മുൻപ് നിർമ്മാണം തുടങ്ങിയ തടയും. ഇവിടെ ഇപ്പോൾ ഒരു 8-10 പോലീസുകാരെ വെച്ചാണ് പോലും ഇവിടെ വർക്ക് ആരംഭിച്ചത്. 10 പോലീസല്ല, 4 ബസ് പോലീസ് വന്നാലും ഞങ്ങളെ ജീവൻ കൊടുത്ത് ഞങ്ങളിവിടെ ഈ വർക്ക് തടയും. നിങ്ങൾ നാട്ടുകാർ തടയുമെന്ന് പ്രതീക്ഷിച്ച് പോലീസിന്റെ സംരക്ഷണത്തിലായിരുന്നു നിർമ്മാണം പുനരാരംഭിച്ചത്. ഞങ്ങൾ നിർത്തിച്ചാണ്. ഇന്നലെ രാത്രി 12:30 മണിക്ക് ഞങ്ങൾ ഇവിടെ വന്നാണ് തടഞ്ഞതാണ്. ഇന്നലെ രാത്രി. ഇന്നിപ്പോ രാവിലെ വീണ്ടും അവർ വർക്ക് എടുക്കുകയാണ് ഇവിടെ. NHI അതോ കരാറിന്റെ ആളുകളാണോ ചെയ്യുന്നത്? ആരും തന്നെ ഇതൊന്നും കേൾക്കുന്നില്ല. നിസ്സാര സംഗതി പറഞ്ഞാൽ പോലും അത് അംഗീകരിക്കാൻ റെഡിയല്ല. ഇപ്പോൾ നമ്മൾ ഈ നാഷണൽ ഹൈവേ എന്നൊരു വെള്ളം, ഈ വെള്ളം ഒഴുകാനുള്ള ഓകുചാലിലെ പഴയ ഓകുചാലിലേക്ക് പുതിയ കണക്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞത്. NHIയുടെ പ്രൊജക്ട് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് വിദഗ്ധ സംഘം പരിശോധന നടത്തിയതിനു ശേഷമേ തുടർ നടപടി സ്വീകരിക്കൂ എന്നുള്ളത്. ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കേൾക്കാതെ ഇവിടെയുള്ള ആളുകൾ ഇത് നിർമ്മാണം ചെയ്യുന്നു. അത് ഉത്തരവാദിത്തം ജനങ്ങൾക്ക് സുരക്ഷിതമില്ലാത്ത നിർമ്മാണം എന്തുകൊണ്ട് ആവശ്യമുള്ളത്? അതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പൊ മുല്ലപ്പെരിയാർ ഡാമിന്റെ പ്രശ്നം വലിയ പ്രശ്നമാണല്ലോ. അത് ജനങ്ങളൊക്കെ ഏറ്റെടുക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് അതിനെപ്പോലെ ഗുരുതരാവസ്ഥ നടക്കുന്ന ഒരു സംഭവമാണിത്. സുജയ, തീർച്ചയായും അവരുടെ ആശങ്കയാണ്. കാരണം ആ വിദഗ്ധ സംഘം പരിശോധന നടത്തി ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിശോധനയൊക്കെ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒരു പഠന റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇവിടെ ഫ്ലൈ ഓവർ എന്നൊരു ആവശ്യത്തിന് തന്നെയാണ് ഈ ഒരു സംഭവത്തിന് തൊട്ടു പിന്നാലെ ബലമേറുന്നത്. നേരത്തെ തന്നെ ഇവിടെ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണം നടന്ന സമയത്ത് നാട്ടുകാർ പറഞ്ഞതാണ് ഫ്ലൈ ഓവർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മറികടക്കാൻ സാധിക്കൂ എന്നുള്ളത്. പക്ഷേ അതിന് അധികൃതർ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായപ്പോൾ വീണ്ടും ആ ഒരു ആവശ്യത്തിലേക്ക് തന്നെ നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. NHI ആ ആവശ്യത്തിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നുണ്ടോ? NHI എത്തിയാലും എത്തിയില്ലെന്നുണ്ടെങ്കിലും ഇവിടുത്തെ പ്രശ്നത്തിന് പരിഹാരം കാണാതെ ഞങ്ങൾ ഇതിന്റെ ബാക്കിൽ നിന്ന് പോകില്ല. പാലം തന്നെയാണ് പരിഹാരം. അതല്ലാതെ വേറെ മാർഗമില്ല. നിങ്ങൾക്കറിയാം, ഈ വയലിന് 2 ഇരുഭാഗങ്ങളിലും വെള്ളം വന്നിട്ട് മൂടുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്.
അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ബ്രിഡ്ജ് ഓക്കെ